ഹലോ ഗൈസ്, സ്റ്റെതസ്കോപ്പ് ബൈ ഡോക്ടർ ജിംഷ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത് കണ്ടൻറ്റ്സ് ആയിരിക്കണം ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കണ്ടൻറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം ആൾക്കാർ അറിയുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന കഴിഞ്ഞ 11-ാം തീയതി ജാനുവരി 11, 2025 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ബീഫ് പെപ്പറോണി പൊട്ടൻഷ്യൽ കണ്ടാമിനേഷൻ്റെ ഭാഗമായിട്ട് നിരോധിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ബീഫ് പെപ്പറോണി നിരോധിച്ചത്? ലിസ്റ്റീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ എന്താണ്? ലിസ്റ്റീരിയോസിസ് എന്ന് പറയുന്ന അസുഖം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. സോ ലിസ്റ്റീരിയ എന്താണ്? ലിസ്റ്റീരിയോസിസ്, ലിസ്റ്റീരിയ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ലിസ്റ്റീരിയോസിസ്. ലിസ്റ്റീരിയ വിഭാഗത്തിൽപ്പെടുന്ന ബാക്ടീരിയകൾ, അതായത് ലിസ്റ്റീരിയ സീലിജെറി, ലിസ്റ്റീരിയ ഇവാനോവി, ലിസ്റ്റീരിയ മാർത്തി, ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ തുടങ്ങിയ ഒരു വിഭാഗം ബാക്ടീരിയകളാണ്. ആ ബാക്ടീരിയകളിൽ ഏറ്റവും പ്രബലമായിട്ട് ലിസ്റ്റീരിയോസിസ് ഉണ്ടാക്കുന്നത് ലിസ്റ്റീരിയ മോണോസൈറ്റോജനാണ്. അപ്പോൾ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ ആണ് ഏറ്റവും കൂടുതൽ പ്രബലമായി ലിസ്റ്റീരിയോസിസ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് നോർമലായിട്ട് നമുക്ക് മണ്ണിലും നമ്മുടെ നീരുറവകളിലും ചീഞ്ഞളിഞ്ഞ പച്ചക്കറികളിലും അതുപോലെ തന്നെ മൃഗങ്ങളുടെ മലമൂത്ര വിസർജനത്തിലും എല്ലാം നമുക്കിത് കാണാൻ കഴിയും. പക്ഷേ ഇത് എപ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നതെന്ന് വെച്ചാൽ അൺകുക്ക്ഡ് ഫുഡ്, നമ്മൾ ശരിയായിട്ട് പ്രോസസ്സ് ചെയ്യാത്ത, ശരിയായിട്ട് കുക്ക് ചെയ്യാത്ത ഫുഡിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് ഇതെത്തുക. സോ മനസ്സിലാക്കാനുള്ളത്, ബീഫ് പെപ്പറോണി എന്ന് പറയുന്നത് ഒരു സോസേജ് വിഭാഗത്തിൽ പെട്ടുന്ന സംഗതിയാണ്. അത് പ്രോപ്പർലി കുക്ക്ഡ് ആയിരിക്കില്ല. സോ അത് മാർഗത്തിലൂടെ ലിസ്റ്റീരിയ മനുഷ്യരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതൊരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് ഹെൽത്ത് അതോറിറ്റിക്ക് തോന്നിയതുകൊണ്ടാണ് അവർ തീരുമാനമെടുത്തത്. മനസ്സിലാക്കാനുള്ളത്, ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളിൽ ഒരു രോഗം വന്നതിന് ശേഷം, അയാൾ ആ രോഗബാധിതനായതിന് ശേഷം എന്നാണോ അയാളുടെ ശരീരം ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്, അതുവരെയുള്ള രോഗബാധിതനാകുന്നത് മുതൽ രോഗലക്ഷണം കാണിക്കുന്ന വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. സോ ലിസ്റ്റീരിയയ്ക്ക് പല രീതിയിലാണ് ഇൻക്യുബേഷൻ പീരീഡ് പലരിലും പ്രകടമാകുന്നത്. ചില ദിവസങ്ങൾ മുതൽ മാസങ്ങൾ വരെ, 2-3 ദിവസങ്ങൾ മുതൽ 2-3 മാസങ്ങൾ വരെ ഇൻക്യുബേഷൻ പീരീഡ് ലിസ്റ്റീരിയയെ പറ്റി പറയുന്നുണ്ട്. ലിസ്റ്റീരിയോസിസ് ഉണ്ടാക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ അൺകുക്ക്ഡ് ഫുഡ്, അതുപോലെ റോ ആയിട്ടുള്ള ഫുഡൊക്കെ ആണെങ്കിലും പ്രധാനമായിട്ടും റോ മീറ്റ്, അതായത് മാംസം, പച്ചയായ മാംസം, കറക്റ്റ് പ്രോസസ്ഡ് ആകാത്ത മാംസം, അതുപോലെ തന്നെ പച്ചക്കറികളിൽ പ്രധാനമായിട്ടും ലെറ്റ്യൂസ് പോലുള്ള ലീഫി വെജിറ്റബിൾസ്, അതുപോലെ ഫ്രൂട്ട്സിൽ തണ്ണിമത്തൻ പോലുള്ള ഫ്രൂട്ട്സാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. അതുപോലെ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള പാൽ ഉൽപ്പന്നങ്ങൾ, ഇതിലെല്ലാം ലിസ്റ്റീരിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലാക്കാനുള്ളത്, ലിസ്റ്റീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ കഠിനമായ തണുത്ത കാലാവസ്ഥയിലും ജീവിക്കാൻ കെൽപ്പുള്ളവയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, പെപ്പറോണി പോലുള്ള സോസേജ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റോർ ചെയ്യുന്നത് ഫ്രിഡ്ജിലാണ്. സോ ഫ്രിഡ്ജിൽ ഈ റെഫ്രിജറേഷൻ സമയത്ത് അതിന് ജീവിക്കാനുള്ള ശേഷിയുണ്ട്, അതിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ശേഷിയുണ്ട്. മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ലിസ്റ്റീരിയ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൺപ്രോസസ്ഡ് അല്ലെങ്കിൽ അൺകുക്ക്ഡ് ഫുഡിലൂടെയാണ്. റോ മീറ്റും റോ ആയിട്ട് വളരെയധികം പ്രോസസ്സ് ചെയ്യാതെ കഴിക്കുന്ന ഫുഡിലൂടെയാണ്. നമുക്ക് ഒരു ഫുഡ് നമുക്കൊരു കേടായതായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അതൊന്നുകിൽ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ അതിലെന്തെങ്കിലും രുചി വ്യത്യാസമോ നിറവ്യത്യാസമോ അതിൻ്റെ മണത്തിലുള്ള വ്യത്യാസമോ കൊണ്ട് നമുക്ക് സാധാരണയായിട്ടൊരു ഭക്ഷണ പദാർത്ഥം കേടായി എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ലിസ്റ്റീരിയ ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റീരിയ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള എന്ത് ഭക്ഷണ പദാർത്ഥമാണെങ്കിലും അതതിൻ്റെ മണമോ രുചിയോ ഘടനയോ മാറ്റില്ല. സോ അത് മനസ്സിലാക്കുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. ചെയ്യാൻ കഴിയുന്നത് നമ്മളെപ്പോഴും പ്രിക്വേഷൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്, പ്രിവെൻറ്റീവ് ആയിരിക്കുക എന്നുള്ളതാണ്. ലിസ്റ്റീരിയോസിസ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ് എന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. ലിസ്റ്റീരിയോസിസ് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ഗർഭാവസ്ഥയിൽ ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ, പ്രഗ്നൻറ്റ് വുമൺ, അതുപോലെ ഇൻഫൻറ്റ്സ്,
അമ്മയുടെ വയറ്റിലുള്ള കുട്ടി, ആ കുട്ടി എപ്പോഴും ത്രെട്ടിലായിരിക്കും. ലിസ്റ്റീരിയയുമായിട്ട് ബന്ധപ്പെട്ട് ത്രെട്ട് ആ കുട്ടിക്ക് എപ്പോഴും ഉണ്ടാവും, അമ്മ ലിസ്റ്റീരിയ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ. അതുപോലെ തന്നെ ക്യാൻസർ അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ലിസ്റ്റീരിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഏത് സാഹചര്യത്തിലാണെങ്കിലും ഇത് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു പാത്തോജൻ, ഈ ഒരു ബാക്ടീരിയ ഈ ആളുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം. അത് കഴിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സമ്പർക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ എപ്പോഴും ത്രെട്ടിൽ തന്നെയായിരിക്കും. ശ്രദ്ധിക്കേണ്ടത് ഗർഭിണികളായിട്ടുള്ള ആൾക്കാർ, അതുപോലെ വളരെ പ്രായം ചെന്ന ആൾക്കാർ, 60-65 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആൾക്കാർ. സാധാരണ രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളിന്, ഒരു നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാളിന് അത്ര ലിസ്റ്റീരിയ ഇനി ഇൻഫെക്റ്റഡ് ആയാൽ കൂടി അത്രത്തോളം വേഴ്സൺ ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞ പോലെ ക്യാൻസർ, എയ്ഡ്സ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടായിട്ട് ഓൾറെഡി മെഡിക്കേഷനിലും അവരുടെ ഇമ്മ്യൂണിറ്റി കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഈ അസുഖം മരണനിരക്ക് കൂട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഒരുപാട് മോർട്ടാലിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നൊരു അസുഖം കൂടിയാണ് ലിസ്റ്റീരിയോസിസ്. മനസ്സിലാക്കാനുള്ളത്, അത്ര അൺകോമൺ ആയിട്ടുള്ള ഒരു അസുഖവും അല്ല ലിസ്റ്റീരിയോസിസ്. ബിക്കോസ് ഒരു വർഷം 1600-ലധികം കേസുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അൺകോമൺ എന്നോ കോമൺ എന്നോ പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ വളരെയധികം മോർട്ടാലിറ്റി ഉള്ള, മരണനിരക്ക് കൂട്ടാൻ സാധ്യതയുള്ള ഒരു അപകടകരമായ ഒരു ബാക്ടീരിയ തന്നെയാണ് ലിസ്റ്റീരിയ. ലിസ്റ്റീരിയോസിസും നമ്മൾ എന്ത് ചെയ്യണം, വളരെയധികം പ്രതിരോധ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ളൊരു അസുഖം തന്നെയാണ്. എന്തൊക്കെയാണ് ലിസ്റ്റീരിയോസിസിൻ്റെ രോഗലക്ഷണങ്ങൾ? പനി, ജലദോഷം, തണുപ്പ്, ശരീരവേദന, വയറിളക്കം, ഛർദിൽ, ഓക്കാനം തുടങ്ങി പേശിവേദന മുതൽ ഹൃദയാഘാതം വരെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ബാക്ടീരിയയാണ് ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ. മനസ്സിലാക്കാനുള്ളത്, ലിസ്റ്റീരിയ നമ്മുടെ ശരീരത്തിനകത്ത് പ്രവേശിച്ചാൽ പെരുകാനായിട്ട്, ബാക്ടീരിയ പ്രോലിഫറേഷനായിട്ട് യൂസ് ചെയ്യുന്ന പ്രൈമറി ടാർഗറ്റഡ് ഓർഗൻസ് നമ്മുടെ ലിവറും സ്പ്ലീനുമാണ്. ഇത് കൂടാതെ തന്നെ ലിസ്റ്റീരിയ മോണോസൈറ്റോജൻ്റെ വേറൊരു പ്രത്യേകത, നമ്മുടെ ശരീരത്തിനകത്തുള്ള 2 എപ്പിത്തീരിയൽ ബാരിയേഴ്സ് ഉണ്ട്, ബ്രെയിൻ ബാരിയറും അതുപോലെ തന്നെ പ്ലാസെൻ്റൽ ബാരിയറും. ഇത് രണ്ടും, ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെയും പ്ലാസെൻ്റൽ ബാരിയറിനെയും ക്രോസ് ചെയ്യാനുള്ള ശക്തി ലിസ്റ്റീരിയയ്ക്കുണ്ട്. ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ ക്രോസ് ചെയ്യുമ്പോൾ മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ് പോലുള്ള മസ്തിഷ്ക ജ്വരം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത അധികമായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാസെൻ്റൽ ബാരിയർ ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു പ്ലാസെൻ്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്നതിനാൽ തന്നെ ഈ പറഞ്ഞ പോലെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിൽ നിന്ന് കുട്ടികളിലേക്കും ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ പടരുന്നു. അതുകൊണ്ട് തന്നെ അബോർഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അബോർഷൻസ് ഉണ്ടായില്ലെങ്കിൽ, അബോർഷൻസിനപ്പുറം സംഭവിക്കുന്നത് കുട്ടികൾക്ക് നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്ന മസ്തിഷ്ക ജ്വരം കുട്ടികളിലേക്ക് പടരുമെന്നുള്ളതാണ്. എന്തുകൊണ്ടും ഇങ്ങനെയുള്ള അസുഖങ്ങളെപ്പറ്റി കൃത്യമായൊരു ധാരണ നമുക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരാളിൽ ലിസ്റ്റീരിയോസിസ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിസ്റ്റീരിയോസിസിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കാൻ പനി, ജലദോഷം, ശരീരവേദന, ജോയിൻറ്റ് പെയിൻ പോലുള്ള വളരെ നോർമലായിട്ടുള്ള സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഈ പറഞ്ഞ ലിസ്റ്റീരിയോസിസ് ഗർഭിണിയായിട്ടുള്ള ഒരാളെ ഇൻഫെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ആ കുട്ടിയെ തന്നെ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. മാസം തികയാതെയുള്ള പ്രസവം അല്ലെങ്കിൽ ത്രെട്ടൻഡ് ആയിട്ടുള്ള അബോർഷൻ മാത്രമല്ല, അമ്മയിൽ നിന്ന് പ്ലാസെൻ്റൽ ബാരിയർ വഴി കുട്ടിയിലേക്ക് ഈ ലിസ്റ്റീരിയോസിസ് പടരുകയും ആ കുട്ടിക്ക് നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഞാൻ പറഞ്ഞ പോലെ, ഇനി ഒരു നവജാത ശിശുവാണ് ലിസ്റ്റീരിയോസിസ് ഇൻഫെക്റ്റഡ് എങ്കിൽ ആ കുട്ടിയിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ടും അറിയാൻ പറ്റുന്ന കുറച്ച് സൈൻസ് ഉള്ളത്, ആ കുട്ടി നിർത്താതെ കരയുകയും നിർത്താതെയുള്ള പനി, അതുപോലെ ശ്വാസതടസ്സം പല രീതിയിലാകാം. പെട്ടെന്നുള്ള ശ്വാസമെടുപ്പ്, ഒരു വേഗത്തിലുള്ള ശ്വാസമെടുപ്പ്, ഹ്രസ്വമായിട്ടുള്ള ശ്വാസമെടുപ്പ്, അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലൊരു തോന്നൽ, അങ്ങനെയൊക്കെ ആകാം. മാത്രമല്ല, കുട്ടി വളരെ നിർബന്ധപൂർവം ഫീഡ് എടുക്കാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ അതും നിയോനേറ്റൽ മെനിഞ്ചൈറ്റിസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലിസ്റ്റീരിയോസിസ് ഉണ്ട് എന്ന് നമുക്ക്
തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള രോഗലക്ഷണങ്ങളാണ്. അഡ്രസ്സ് ചെയ്യേണ്ട സമയത്ത് ഈ രോഗലക്ഷണങ്ങൾ കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻസിനെയും നിങ്ങളുടെ മുന്നിലുള്ള ഡോക്ടറിനെയും കറക്റ്റ് സമയത്ത് കൺസൾട്ട് ചെയ്ത് കാര്യം മനസ്സിലാക്കിച്ചാൽ മാത്രമേ നമുക്കിത് എന്ത് രോഗമാണെന്നോ ഈ രോഗലക്ഷണങ്ങൾ എന്തിൻ്റെയാണെന്നോ എങ്ങനെ ഇതിനെ നമുക്ക് തരണം ചെയ്യാം എന്നോ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അൺകുക്ക്ഡ് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന ഇതുപോലുള്ള അൺകുക്ക്ഡ് ആയിട്ടുള്ള അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൽ നിന്നാണ് ലിസ്റ്റീരിയ പകരുന്നതെങ്കിലും രോഗലക്ഷണങ്ങൾ സമയാസമയം നമ്മൾ നോട്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനും അതിനെതിരെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ തയ്യാറാക്കാനും സാധിക്കുകയുള്ളൂ. ലിസ്റ്റീരിയ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് ഒരു കാരണവശാലും പടരില്ല, പക്ഷേ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പടരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനെ കടന്ന് ലിസ്റ്റീരിയ പോകുന്നത് പോലെ തന്നെ പ്ലാസൻ്റൽ ബാരിയറിനെ കടന്നു പോകും. അതുകൊണ്ടാണ് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഈ അസുഖം പടരുന്നത്. അതുപോലെ തന്നെ മനസ്സിലാക്കാനുള്ളത് എന്തെല്ലാം രീതിയിൽ നമുക്ക് ലിസ്റ്റീരിയ ഡയഗ്നോസ് ചെയ്യാമെന്നുള്ളതാണ്. ബ്ലഡ് ടെസ്റ്റുകളിലൂടെയും അതുപോലെ ബാക്കിയുള്ള ബാക്ടീരിയൽ കൾച്ചറൽ ടെസ്റ്റുകളിലൂടെയും നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. പക്ഷേ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിൽ നിന്നാണ് നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റുക. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് വഴിയാണ് നമുക്ക് ലിസ്റ്റീരിയ ഉറപ്പിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ലിസ്റ്റീരിയ വഴിയാണല്ലോ മെനിഞ്ചൈറ്റിസിലേക്ക് പോകുന്നത്. സോ CSF കൾച്ചറിലൂടെയാണ് നമുക്കത് ഷുവറായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രോഗപ്രതിരോധം പ്രിവെൻഷൻ എങ്ങനെയാണ് എന്ന് പറയുന്നതിന് മുന്നേ തന്നെ ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വ്യക്തമായി ഒരു ഡോക്ടറെ കണ്ട് ലിസ്റ്റീരിയ ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം, ലിസ്റ്റീരിയ ആണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ആണ് മെയിൻലി എടുക്കുന്നത്. നന്നായിട്ട് വെള്ളം കുടിക്കുകയും കൃത്യമായി മരുന്നുകളുടെ ഫോളോ അപ്പും കൃത്യമായുള്ള പരിചരണവും ലിസ്റ്റീരിയയെ നിങ്ങളിൽ നിന്ന് മുക്തമാക്കും. മനസ്സിലാക്കാനുള്ളത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മളെല്ലാവരും പറയുമെങ്കിലും അത് എത്രത്തോളം നമ്മുടെ എല്ലാം ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഉറപ്പാക്കുന്നുണ്ടെന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. വേറൊന്നുമല്ല, ലിസ്റ്റീരിയൊക്കെ കണ്ടെത്തിയിട്ട് തന്നെ കാലങ്ങൾ ഒരുപാടായി. ഇന്നും US വരെയും 1600 കേസുകൾ ഒരു വർഷം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതിനർത്ഥം നമ്മളുടെ ശ്രദ്ധക്കുറവ് അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. മനസ്സിലാക്കാനുള്ളത്, നമ്മൾ അൺപ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. ഈ ഹോട്ട് ഡോഗ്, ചിക്കൻ പാറ്റി പോലുള്ള സാധനങ്ങൾ കൃത്യമായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം, അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം കഴിക്കുക. അല്ല, അങ്ങനെ ഒരു കൃത്യമായിട്ട് കുക്ക് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ പാസ്ചറൈസ്ഡ് അല്ലാത്ത പാൽ ഉൽപ്പന്നങ്ങളും പച്ചക്കറികളെല്ലാം തന്നെ വളരെ വൃത്തിയായി തന്നെ കഴുകി അതിൽ രോഗാവസ്ഥ ഉണ്ടാക്കുന്ന ഈ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഇന്നിപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട് പച്ചക്കറികളിലൊക്കെ കഴുകി വൃത്തിയാക്കാനായിട്ട്. അതുപോലുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് ഈ ലിസ്റ്റീരിയ പോലുള്ള അസുഖങ്ങളെ മാറ്റി നിർത്താൻ, അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇന്ന് ലിസ്റ്റീരിയ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.